ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ഒരു അത്യുഗ്രൻ വിശേഷത്തിലേക്ക് തന്നെ സ്വാഗതം. അങ്ങനെ സുവർണ ഓടി വരികയാണ്. വരുൺ സർ എന്ന് വിളിച്ചുകൊണ്ട്. എന്താ സുവർണ, ആകെ പ്രശ്നമായിരിക്കുകയാണല്ലോ. എന്താ, എന്തു പറ്റി? അതെ, ചേതൻ ഗ്രൂപ്പുകാരെ പോലീസ് അന്വേഷിച്ചാൽ അവർ എൻ്റെ ആൾക്കാരെ കണ്ടുപിടിക്കും. അങ്ങനെ കണ്ടുപിടിച്ചാൽ ഞാൻ പേടും സർ. അങ്ങനെ ആയാൽ പോലീസുകാർക്ക് മനസ്സിലാവും എല്ലാത്തിനും കാരണക്കാർ നമ്മളാണെന്ന്. അത് കേട്ടത് പോലീസുകാർ നിന്നെ പിടിച്ചാൽ നീ എൻ്റെ പേര് പറയോ? അത് കേട്ടത് സുവർണ ആലോചിച്ചുകൊണ്ട് നിൽക്കുക. ഒരിക്കലും പറയരുത്. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ജീവിതം തന്നെ ഇല്ലാതാകും. ഇപ്പോൾ ഞാൻ ജീവിക്കണോ വേണ്ടയോ എന്നുള്ളത് നിൻ്റെ കയ്യിലാണ് സുവർണ. ഗോവിന്ദേട്ടനെ കൊല്ലാൻ ശ്രമിച്ചത് ഞാനാണെന്ന് അറിഞ്ഞാൽ ഉറപ്പായിട്ടും അമ്മ എന്നോട് ക്ഷമിക്കില്ല. എന്നേക്കാൾ കൂടുതൽ ഗോവിന്ദേട്ടനെ സ്നേഹിക്കുന്ന അമ്മ എന്നെ ആ വീട്ടിൽ നിന്നും അടിച്ചു പുറത്താക്കും. പിന്നെ എനിക്ക് ഒരു പിച്ചക്കാരൻ്റെ വില പോലും ഉണ്ടാവില്ല. മനസ്സിലായോ? അത് കേട്ടതും സുവർണ ആലോചിക്കുക. പിന്നെ എന്ത് ചെയ്യും സർ? എനിക്കൊരു പിടിയും കിട്ടുന്നില്ല. നന്നായിട്ട് ഞാൻ ഏർപ്പാടാക്കിയ ആൾക്കാരുടെ മേലെ നോവിച്ചാൽ അവരെൻ്റെ പേരോ പറയും, അത് ഉറപ്പാ എന്നൊക്കെ പറയുകയാണ്. അങ്ങനെ പിടിക്കപ്പെട്ടാലും സുവർണ എന്നെ കാണിച്ചു കൊടുക്കരുത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സുവർണയെ വരുണം നിൽക്കുക. അപ്പോഴേക്കും അജാസ് വരികയാണ്. അങ്ങനെ പിടിക്കപ്പെടാതിരിക്കണമെങ്കിലേ ഏറ്റവും മുകളിലത്തെ കണ്ണി മുറിച്ചു മാറ്റണം. അത് കേട്ടതും അതെന്താ? അതൊരു കട്ടൗട്ടാണ്. ഇതുപോലെ പോലീസ് അന്വേഷണം ഏറ്റവും തുമ്പത്തെത്തുന്ന സമയത്ത് അവർക്ക് തെളിവ് കിട്ടാതിരിക്കാൻ വേണ്ടി നമ്മളിങ്ങനെ ചെയ്യും. എന്തായാലും ആ മുറിക്കേണ്ട കണ്ണി ആരാന്നറിയാമോ? സുവർണയാ. സുവർണ എന്ന കണ്ണി മുറിച്ചാൽ ഉറപ്പായിട്ടും വരുൺ സാറിനെ പോലീസുകാരുടെ കയ്യിൽ നിന്നും രക്ഷപ്പെടുത്താം. പക്ഷേ അപ്പോൾ എൻ്റെ കാര്യമോ? ഞാൻ പിടിക്കപ്പെടില്ല സർ. ഇനിയിപ്പോൾ സുവർണയെ പിടിക്കാതിരിക്കണമെങ്കിൽ സുവർണയ്ക്ക് മുകളിൽ നിർത്തിയ ഗുണ്ടകളുടെ കണ്ണി മുറിച്ചു കളയണം. അങ്ങനെ മുറിക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും സുവർണയ്ക്കും രക്ഷപ്പെടാം. അത് കേട്ടത് സുവർണ ആലോചിക്കുക. ഇല്ല, ഒരിക്കലും ആ ഗുണ്ടകൾ പോലീസുകാരുടെ കണ്ണിപ്പെടില്ല. അവന്മാർ അങ്ങനെ പെടാൻ പാടില്ല എന്നും പറഞ്ഞ് ആലോചിക്കണം. അങ്ങനെ പെടാതിരുന്ന സുവർണയ്ക്ക് കൊള്ളാം, ഇല്ലെങ്കിൽ അത് വലിയ പ്രശ്നമായി മാറും. എന്തായാലും നന്നായിട്ടൊന്ന് ആലോചിക്കേ സുവർണ. പോലീസ് അന്വേഷണം നടത്തിയാൽ ഉറപ്പായിട്ടും രാധികാമ്മ പിടിക്കപ്പെടും. രാധികാമ്മയാണ് നിങ്ങൾക്ക് കൊട്ടേഷൻ തന്നതെന്ന് അവർക്ക് മനസ്സിലാവും. അങ്ങനെയുള്ളപ്പോൾ ഉറപ്പായിട്ടും രാധികാമ്മ പിടിക്കപ്പെടാൻ പാടില്ല. രാധികാമ്മ പിടിക്കപ്പെട്ട അത് ഗോവിന്ദ് സാറിന് സഹിക്കാൻ പറ്റാത്ത കാര്യമാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അജാസ് ഇങ്ങനെ ഉപദേശിക്കുകയാണ്. അപ്പോൾ സുവർണ ആലോചിക്കുക, ഈശ്വര ഇനിയിപ്പോൾ എന്താ ചെയ്യുക? എങ്ങനെയെങ്കിലും വരുൺ സാറിനെയും രാധികാമ്മയെ രക്ഷിച്ചേ പറ്റൂ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആലോചിക്കുകയാണ്. ഈ സമയം പിന്നീട് കാണിക്കുന്നത് നമ്മുടെ ഭദ്രനെയും പ്രിയയെയും വിലാസിനെയുമാണ്. അവരെല്ലാവരും കൂടെ വഴക്കിട്ടുകൊണ്ടിരിക്കും. അതേ സാറേ, മര്യാദയ്ക്ക് ഞങ്ങൾക്ക് ഞങ്ങളുടെ കാശാ, ഇല്ലെങ്കിൽ ഞങ്ങൾ പോകത്തില്ല. എന്തൊക്കെയായിരുന്നു? നിങ്ങളെ അവർ കൊല്ലാൻ വരും, ഇവർ കൊല്ലാൻ വരും, നിങ്ങൾക്ക് സഹായം വേണം, അത് വേണം, ഇത് വേണമെന്ന് പറഞ്ഞാൽ എല്ലാം ചെയ്തതെന്ന്. അവസാനം ഞങ്ങൾക്ക് ഞങ്ങളുടെ കൂലിയില്ല. നിങ്ങളിങ്ങനെ പറയില്ലേ, ഞങ്ങൾ കൂലി തരാം, പൈസ ഒന്നുമില്ലെങ്കിൽ നിങ്ങൾ ഈ വീടിൻ്റെ പുറത്ത് പോയി ഞങ്ങൾ അനുവദിക്കില്ല. അച്ഛാ, അമ്മേ, ഒന്നിങ്ങ് വന്നേ എന്നും പറഞ്ഞ് വിളിക്കുക. എങ്ങോട്ട് പോവുക? ഞങ്ങൾ കുടുംബകാര്യം സംസാരിക്കട്ടെ. കുടുംബകാര്യം സംസാരിക്കാനായാലും വെളിയിലത്തെ കാര്യം സംസാരിക്കാനായാലും വീടിൻ്റെ പുറത്ത് വേണ്ട, അകത്ത് മതി. ഞങ്ങൾക്ക് ഞങ്ങളുടെ കാശ് കിട്ടിയേ പറ്റൂ. ഷെടാ, ഇതിപ്പോൾ വല്ലാത്ത ശല്യമായല്ലോ. എന്നാലും അച്ഛൻ ആ 27 ലക്ഷം രൂപ ആർക്കാ അച്ഛൻ എടുത്ത് കൊടുത്തത്? അത് തന്നെ മോളെ എനിക്കും പിടിയില്ലാത്തത്. ഏതോ പെണ്ണിനെടുത്ത് കൊടുത്തിരിക്കുക, പത്മശ്രീ. നിങ്ങളുടെ ആ പത്മശ്രീ മര്യാദയ്ക്ക് ഇവിടെ വന്ന് കാശ് തന്നില്ലെങ്കിൽ എൻ്റെ സ്വഭാവം മാറും. എൻ്റെ വിലാസിനെ എനിക്കറിയില്ല. മനസ്സാവാച ഞാൻ അറിയാത്ത കാര്യത്തിന് നീ എന്നിട്ട് ഇങ്ങനെ ശിക്ഷിക്കുന്നേ? വേണ്ട, നിങ്ങളെ മര്യാദയ്ക്ക് എൻ്റെ കാശ് തന്നോ. 27 ലക്ഷം രൂപ എനിക്കൊരു പിടിയും കിട്ടുന്നില്ല അത് എങ്ങോട്ടാ പോയെന്ന്. അത് കേട്ടതും ആ ഗുണ്ടകൾ, അതെ എനിക്ക് കാശ് വേണം കേട്ടോ, മര്യാദ താ, ഞങ്ങളുടെ കാശ് കിട്ടാതെ ഞങ്ങളോട് പോകുന്ന പ്രശ്നമില്ല. ഇനിയിപ്പോൾ എന്താ ചെയ്യുക? ഒരു പിടിയും കിട്ടുന്നില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് ആലോചിച്ചുകൊണ്ട് ഭദ്രനെങ്ങനെ നിൽക്കുക. ഈ സമയം ഗുണ്ടകൾ, അതെ എന്താ നിങ്ങൾ 3 പേരും കൂടെ പരസ്പരം മുഖത്തോട് മുഖം നോക്കുന്നേ? മര്യാദയ്ക്ക് കാശ് തരാനല്ലേ പറഞ്ഞത്? തരാ ചേട്ടാ, ഇങ്ങനെ ധൃതി പിടിക്കല്ലേ എന്നൊക്കെ പറഞ്ഞ് പ്രിയം പറയണം. അപ്പോഴേക്കും ഭദ്രന് വിലാസിനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു ഓട്ടോ വരിക. ഓട്ടോയിൽ നിന്നും 2 സിസ്റ്റർമാർ ഇറങ്ങുക, കന്യാസ്ത്രീമാർ. അവരിറങ്ങിയതും കൃത്യസമയത്ത് പിരിവിന് ആൾക്കാർ വരുന്നുണ്ട്. എൻ്റെ വിലാസിനെ നമ്മുടെ കയ്യിൽ 5ൻ്റെ പൈസ ഇല്ലാത്ത സമയത്താണ് പിരിവിന് വരുന്നത്. നോക്കിയേ. അത് കേട്ടത് വിലാസിന്, ഇതുങ്ങൾക്കൊന്നും കൊടുക്കുന്നതിനേക്കാൾ ഭേദം കൊടുക്കാതിരിക്കുന്നതാ എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിൽക്കുക. അപ്പോഴേക്കും എന്താ ഇവിടെ പ്രശ്നം? ഒരു വല്ലാത്തൊരു വഴക്കാ സിസ്റ്ററെ. ഇവരെ ഇത്രയും നാൾ ഇവിടെ ജോലിക്ക് നിന്നതാ, ഇവർക്ക് കൊടുക്കാൻ എൻ്റെ കയ്യിൽ പണമില്ല, അതിനു വേണ്ടി തല്ലുപിടിക്കുക. ഭദ്രൻ സാറിനോട് നിങ്ങൾ ആരും ഇങ്ങനെ തല്ലുപിടിക്കരുത്, നല്ല മനസ്സിനുടമയാ ഈ ഭദ്രൻ സാറ്. അത് കേട്ടതും
ഭദ്രൻ സാറോ സിസ്റ്ററെ? വീട് മാറി വന്നതൊന്നുമല്ലല്ലോ. ഏയ് ഒരിക്കലുമല്ല, ഞങ്ങൾ ഇങ്ങോട്ടേക്ക് തന്നെ വന്നതാ. എന്താ സിസ്റ്ററെ കാര്യം? ഭദ്രൻ സാർ ഒരു വലിയ മനസ്സുള്ള മനുഷ്യരാണ്. ആ സാറിന് ഇത്രയും നല്ല മനസ്സുണ്ടാവുമെന്ന് ഞാൻ കരുതിയില്ല. ഇത്രയും നല്ല മനസ്സുള്ള ഈ സാറിനെയും ഈ സാറിൻ്റെ കുടുംബത്തെയും ദൈവം അനുഗ്രഹിക്കും. എന്നും ദൈവം നിങ്ങളോടൊപ്പം തന്നെ ഉണ്ടാവും. അല്ല സിസ്റ്റർ എന്തിനാ ഇതൊക്കെ ഞങ്ങളോട് പറയുന്നേ? ഞാൻ ഇതെന്തിനാ പറയുന്നതെന്ന് ചോദിച്ചാൽ, ഞങ്ങളുടെ അനാഥാലയത്തിൻ്റെ പുതിയ കെട്ടിടം പണിയാൻ വേണ്ടി സംഭാവനയായിട്ട് ഞങ്ങളുടെ അനാഥാലയത്തിലേക്ക് 27 ലക്ഷം രൂപ സംഭാവന ചെയ്ത വലിയ മനുഷ്യനായി നിൽക്കുന്നത്. 27 ലക്ഷം രൂപ ഇന്ന് പണക്കാർ പോലും തരില്ല ഇത്രയും തുക. സത്യത്തിൽ ഭദ്രൻ സാറിനെ കുറിച്ച് ഓർത്ത് അഭിമാനം തോന്നുക എന്നൊക്കെ പറയണം. അങ്ങനെയുള്ള ഒരാളോടാണോ നിങ്ങളിങ്ങനെ തല്ലുപിടിക്കുന്നത്, മെക്കിട്ട് കയറുന്നത്? എന്തായാലും അത് വേണ്ട കേട്ടോ, അത് ശരിയാവില്ല. 27 ലക്ഷം രൂപ ഞാൻ ഇവർക്ക് കൊടുത്തുന്നോ? അപ്പോൾ വിലാസിനി, മനുഷ്യ നിങ്ങളെ ശരിയാക്കി തരാട്ടാ എന്നും പറയുക. അപ്പോഴേക്കും ഭദ്രൻ, ഇടി വിലാസിനി, സത്യമായിട്ട് ഞാൻ കൊടുത്തിട്ടില്ല. ഇതെന്തോ പറ്റിയിരിക്കുക. ഒന്നും പറ്റിയിട്ടില്ല. നിങ്ങളെ ഉറക്കപ്പിച്ച് തന്നെ കൊടുത്തിട്ടുണ്ടാവും. അല്ല, എപ്പോഴാണ് നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് 27 ലക്ഷം വന്നത്? ഇന്നലെ രാത്രി 2 മണി കഴിഞ്ഞപ്പോഴാണ്. 2 മണി കഴിഞ്ഞപ്പോഴോ? അപ്പം എല്ലാവരും നല്ല പോത്ത് പോലെ ഉറങ്ങുക. ആ സമയത്ത് അച്ഛന് കാശെടുത്ത് ഇവർക്ക് കൊടുത്തിട്ടുണ്ടാവും അമ്മേ. അതൊന്നും ഞങ്ങൾക്കറിയില്ല. പക്ഷെ വലിയ മനസ്സുള്ള ഈ മനുഷ്യന് നന്മ മാത്രമേ വരൂ. അതെ, നിങ്ങളിങ്ങനെ ഇവരെ വിഷമിപ്പിക്കരുത്. ഭദ്രൻ സാറിന് അനാഥാലയത്തിന് വേണ്ടി 27 ലക്ഷം രൂപ വാരി അറിയാമെങ്കിൽ നിങ്ങൾക്ക് തരുന്നതിന് എന്താ കുഴപ്പം? നിങ്ങൾക്ക് അദ്ദേഹം പൈസ തരും. നിങ്ങളിപ്പോൾ പോ. എന്നാൽ ശരി, ഞങ്ങൾ പോയിട്ട് പിന്നെ വരാം. ഭദ്രൻ സാറേ, ഇത്രയും നല്ല മനസ്സിനുടമയായ സാറിനോട് വഴക്കിട്ടതിന് ഞങ്ങളോട് ക്ഷമിക്കണം എന്നും പറഞ്ഞുകൊണ്ട് അവർ 3 പേരും അവിടെ നിന്ന് പോവുക. അവർ 3 പേരും പോയി കഴിഞ്ഞതും, അതെ സിസ്റ്ററെ, ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ? എന്താ ഭദ്രൻ സാറേ? സിസ്റ്ററിനിപ്പോൾ തിടുക്കോ ധൃതിയൊന്നും ഇല്ലെങ്കിൽ ആ 27 ലക്ഷം രൂപ എനിക്ക് തിരിച്ചു തരാമോ? കാശിന് കുറച്ച് ബുദ്ധിമുട്ടുള്ളതുകൊണ്ടാണ്. അയ്യോ ഭദ്രൻ സാറെ, ക്ഷമിക്കണം, അത് തരാൻ പറ്റില്ലല്ലോ. അത് ഇന്ന് രാവിലെ തന്നെ കോൺട്രാക്ടറുടെ കയ്യിൽ ഞങ്ങൾ ഏൽപ്പിച്ചു. അങ്ങനെ ആ പൈസയും പോയി. ഇനിയിപ്പോൾ എന്താ ചെയ്യുക? എന്നാൽ നിങ്ങളുടെ കുടുംബത്തിന് നിങ്ങൾക്ക് നന്മ മാത്രമേ ഉണ്ടാവൂ, നല്ലത് മാത്രമേ ദൈവം തരൂ. എന്നാൽ ഞങ്ങൾ പോട്ടെ. നമുക്ക് പോകാം സിസ്റ്ററെ. പോകാം എന്നും പറഞ്ഞുകൊണ്ട് അവരങ്ങ് പോവുക. അവർ പോയി കഴിഞ്ഞത് വിലാസിനി, എൻ്റെ മനുഷ്യ, നിങ്ങൾക്ക് വട്ടുണ്ടായിട്ടാണോ 27 ലക്ഷം രൂപ ആ അനാഥാലയത്തിന് കൊടുത്തത്? ഞാനല്ല വിലാസിനി, ഞാനിത് മനസ്സാവാച അറിഞ്ഞിട്ട് പോലുമില്ല. അത് കേട്ടതും പ്രിയ, എന്നാലും എൻ്റെ അച്ഛ, ഞാൻ പോലും അച്ഛനെ സംശയിച്ചല്ലോ. അച്ഛനേതോ പെണ്ണുങ്ങൾക്ക് കാശെടുത്ത് കൊടുത്തേന്ന്. പക്ഷേ ഇപ്പോഴല്ലേ മനസ്സിലായത് അച്ഛന് ഇത്രയും നല്ലൊരു മനസ്സുണ്ടെന്ന്. എന്തായാലും അച്ഛനൊരു പാവം അച്ഛ. വിലാസിനിയെ, എനിക്ക് വല്ലാത്തൊരു നെഞ്ചുവേദന എടുത്തിട്ട് സഹിക്കാൻ പറ്റുന്നില്ല. അയ്യോ, എന്നാൽ പിന്നെ ഇവിടെ ഇങ്ങനെ ഇരിക്കണ്ട. വാ, അടുക്കളയിൽ പോയി പറമ്പിലൊക്കെ പോയി നല്ല ജോലി ചെയ്യാം. അങ്ങനെ ചെയ്താൽ മാത്രമേ അച്ഛനും അമ്മയ്ക്കും അസുഖമൊന്നും വരാതിരിക്കുള്ളൂ. ഞാൻ പറഞ്ഞത് ഓർമ്മയുണ്ടോ? കൊളസ്ട്രോളോ മറ്റോ വന്ന ഇതുപോലെ നെഞ്ചുവേദനയും എന്തിന് മരണം വരെ സംഭവിക്കാം. അയ്യോ വിലാസിനി, എന്നോടൊന്നും നിങ്ങൾ പറയണ്ട, അനുഭവിച്ചോ എന്നും പറയാം. ഈ സമയം പ്രിയ അകത്തേക്ക് പോവുക. വിലാസിനി, നമ്മൾ വീണ്ടും പഴയതുപോലെ പണിക്കാരാവുമല്ലോടി. എന്ത് ചെയ്യാനാ? കയ്യിൽ കിട്ടി 20 ലക്ഷം രൂപ ഭദ്രമായിട്ട് വെക്കാൻ നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ പിന്നെ ഞാനെന്ത് പറയാനാ? അനുഭവിച്ചോ. നിങ്ങൾ കാരണം ഇപ്പം ഞാനും കൂടെ അനുഭവിക്കേണ്ട അവസ്ഥയാണ് എന്നും പറഞ്ഞ് വിലാസിനി ഇങ്ങനെ വഴക്ക് പറയാ. ഭദ്രനടി, നീ എങ്ങനെ എന്നെ കുറ്റപ്പെടുത്തല്ലേ? അങ്ങനെയൊന്നും ഞാൻ ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞില്ലേ? അതൊന്നും എനിക്കറിയണ്ട. നിങ്ങൾ അനാഥാലയത്തിന് കൊടുത്തു, നിങ്ങളല്ലാതെ ആ ചെക്കിൽ ആരും ഒപ്പിടില്ലല്ലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വിലാസിനി ഇങ്ങനെ ഭദ്രനെ കുറ്റപ്പെടുത്തിയിട്ട് അവിടെ നിന്ന് പോവുക. ഈ സമയം പിന്നീട് കാണിക്കുന്നത് അയ്യപ്പൻ നായരെയാണ്. അയ്യപ്പൻ നായർ ഷിബ അവിടെ നിൽക്കുമ്പോൾ വരുന്നു ഗോവിന്ദിനെ കണ്ടതും, അയ്യപ്പേട്ട, എന്താ ഇവിടെ നിൽക്കുന്നേ? ഒന്നുമില്ല കുഞ്ഞെ, വെറുതെ നിന്നതാ. അല്ല ഗീതുമോൾ അവിടെ? അവളെ എന്നേക്കാൾ മുമ്പേ അവിടെ നിന്ന് ഓഫീസിൽ നിന്ന് ഇറങ്ങി, അതുകൊണ്ട് അവൾ ഒറ്റയ്ക്ക് പോകുന്നു സ്കൂട്ടിയിൽ. എന്താ കുഞ്ഞെ ഇത്? നിങ്ങൾ ഭാര്യയും ഭർത്താവുമ്പോൾ ഒരുമിച്ചല്ലേ വരേണ്ടത്? ഗീതു കുഞ്ഞ് ഇതുവരെ ഇവിടെ എത്തിയിട്ടില്ല. ഗീതു എത്തിയില്ലേ? ഇല്ല. പിന്നെ എന്നേക്കാൾ മുമ്പേ ഓഫീസിൽ നിന്ന് ഇറങ്ങിയിട്ട് അവളിത് എങ്ങോട്ടാണ് പോയത് എന്നൊക്കെ ആലോചിക്കുക. ഞാനൊന്ന് വിളിച്ചു നോക്കട്ടെ. ഫോൺ പോകുന്നില്ലല്ലോ എന്നും പറഞ്ഞുകൊണ്ട് ഗോവിന്ദ് ദേഷ്യപ്പെട്ട് ഇങ്ങനെ നിൽക്കുക. കുഞ്ഞെ, ഗീതു മോളോട് ഇത്തിരി മയത്തിൽ സംസാരിച്ചാൽ ഉറപ്പായിട്ടും മോള് കുഞ്ഞിനെ സ്നേഹിക്കും. മോനോട് കാണിക്കുന്ന ഈ അകൽച്ചയൊന്നും കുഞ്ഞിനുണ്ടാവില്ല. പക്ഷെ ഇങ്ങനെ ഏത് നേരം ദേഷ്യപ്പെട്ട എങ്ങനെ ശരിയാവും? എന്നാലും എൻ്റെ അയ്യപ്പെട്ട, അവളിത് എങ്ങോട്ടാണ് പോയതെന്ന് ഓർത്തിട്ട് ഒരു പിടിയും കിട്ടുന്നില്ലല്ലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഗോവിന്ദ് ഇങ്ങനെ ആലോചിക്കുമ്പോൾ സ്കൂട്ടറിൽ വരിക. എന്നേക്കാൾ മുമ്പേ ഓഫീസിൽ നിന്ന് ഇറങ്ങിയിട്ട് ഇത്ര നേരം നീ എവിടെയായിരുന്നു? ഞാൻ മനഃപൂർവ്വം മാറി നിന്നതാ. എപ്പോഴും പൂമുഖവാദിക്കൽ പൂന്തിങ്കളായി നിൽക്കുന്നത് ഞാനല്ലേ? ഇന്ന് കണ്ണിട്ട് നിൽക്ക്, അതുകൊണ്ട് മാറിയതാ. അത് കേട്ടതും, അതെ, എനിക്ക് പൂമുഖവാദിക്കൽ പൂന്തിങ്കളായി നിൽക്കുന്നതിൽ നീ നിൽക്കുന്നത് ഇഷ്ടം. പഴയ കാലമൊക്കെ തന്നെയാണ് എനിക്കിപ്പോഴും ഇഷ്ടം. അത് കേട്ടതും, അങ്ങനെ ആഗ്രഹം ഉണ്ടെങ്കിലേ എത്ര പ്രാവശ്യം ഞാൻ അന്ന് നിന്നപ്പോൾ ഞാൻ കാണിക്കുന്ന മുഴുവനും കള്ള സ്നേഹമാണെന്നും പറഞ്ഞ് എന്നെ ഒഴിച്ചു മാറ്റിയത് അയ്യപ്പേട്ട. പിന്നെ ഞാനെന്തിനാ പോയി പൂന്തിങ്കളായി നിൽക്കുന്നത്?
ഇനിയിപ്പോൾ കണ്ണേട്ടന് നിർബന്ധമാണെങ്കിൽ ഞാൻ നിൽക്കാം, വേണ്ട നീ നിൽക്കണ്ട എന്നും പറയുക. അപ്പം അയ്യപ്പൻ നായരും ഷിബും അവിടെ ഒരു ശല്യം ഉണ്ടല്ലോ എന്ന് കരുതിയിട്ട് അങ്ങോട്ട് മാറുക. അപ്പോൾ ഗീത് വേറൊരു പാട്ട് പാടുക. ആ പാട്ട് കേട്ടതും ഗോവിന്ദും തിരിച്ചു പാടി. എന്നിട്ട് നിന്നെ എനിക്ക് അങ്ങനെ കാണണമെന്ന് ഒരാഗ്രഹമില്ല, അതുകൊണ്ട് നീ അങ്ങനെ നിന്നില്ലെങ്കിലും എനിക്ക് കുഴപ്പമൊന്നുമില്ല കേട്ടോടി എന്നും പറഞ്ഞ് ഗോവിന്ദും അങ്ങ് പോവുക. ചമ്മിപ്പോയോ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ആലോചിക്കുകയാണ്. ഈ സമയം രേഖ അകത്ത് ടി വി ഒക്കെ തുടച്ച് വൃത്തിയാക്കിക്കൊണ്ടിരിക്കുക. അപ്പോഴേക്കും ഗീതു അങ്ങ് വന്നു. രേഖച്ചി എന്താ ചേച്ചി ഇത്? ഏത് നേരം പണിയാണോ? പിന്നെ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും മോളെ? എപ്പോഴും പണി തന്നെ ചെയ്യണം. ഞാൻ വിചാരിച്ചു രാധികാമ്മയ്ക്കിട്ട് നല്ല പണി കിട്ടുമെന്ന്. പക്ഷെ നീ രാധികാമ്മയെ മൊഴി കൊടുക്കാതെ രക്ഷിച്ചില്ലേ, അതൊരു വലിയ സന്തോഷം തന്നെ ഗീതു. അതെനിക്ക് അവരോടുള്ള സ്നേഹം കൊണ്ടൊന്നുമല്ല, അവർക്കിട്ട് ഞാനൊരു പണി കൊടുക്കാൻ വേണ്ടി ചെയ്തതല്ലേ. സത്യമായിട്ടും അല്ല രേഖേച്ചി, ഇത്രയും വർഷമായില്ലേ രേഖേച്ചിക്ക് അമ്മായിയമ്മയ്ക്കിട്ടൊരു പണി കൊടുക്കണമെന്ന് തോന്നുന്നില്ലേ? എൻ്റെ പണിയൊക്കെ ഞാൻ ആരും അറിയാതെ വളരെ നൈസായിട്ട് കൊടുക്കുന്നുണ്ട്. എന്ത് പണി? അതിതുവരെ ഞാൻ അറിഞ്ഞില്ലല്ലോ. അതാർക്കും അറിയാൻ പറ്റില്ല. രാധികമ്മ ഇടയ്ക്കിടയ്ക്ക് ഗ്യാസിൻ്റെ പ്രോബ്ലം പറയുന്നില്ലേ, അതെൻ്റെ പണിയാണ്. അത് കേട്ടതും സത്യം. അപ്പം ഗീതുവിനൊരു ഏമ്പക്കം വരും അത് കണ്ടതും. ഇനി ഇതും രേഖേച്ചി എൻ്റെ പണി രാധികാമ്മയ്ക്കും വരണേട്ടനും മാത്രമുള്ളതാ. ഗീതുവിനും കാഞ്ചനയ്ക്കൊന്നും ഒരാപത്ത് സംഭവിക്കില്ല, പേടിക്കണ്ട. എന്നാ കുഴപ്പമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് നിൽക്കുമ്പോൾ കാഞ്ചന വരിക. രേഖ പാപ്പ, ഗീതു പാപ്പ, ഇത് ഗോവിന്ദ മാമക്കുള്ള ടീയാ, നല്ല സൂട് പണി എടുത്തിട്ട് വന്നത്. കാഞ്ചനെ ചൂടാക്കിയ ചായയൊന്നും എൻ്റെ ഗോവിന്ദേട്ടന് വേണ്ട, നല്ല ഫ്രഷ് ചായ, ഇപ്പോൾ ഉണ്ടാക്കിയ ചായ വേണം. എന്താ നിനക്ക് ഇട്ടുകൊണ്ട് വരാൻ പറ്റും? അപ്പോൾ ഈ ചായ നീ തന്നെ കുടിക്ക്. അത് കേട്ടതും അയ്യോ ഞാനെപ്പടി? എന്താ കുടിച്ചാൽ ഒരു കുഴപ്പമില്ല, മര്യാദക്ക് കൂടി. അപ്പോഴേക്ക് രാധിക, കാഞ്ചന എന്താ മാമി, എനിക്ക് ഇടാനുള്ള രക്തചന്ദനം നീ പെട്ടെന്ന് തന്നെ തയ്യാറാക്കി കൊണ്ടുപോവാ. ശരി മാമി, അത് തയ്യാറാക്കിക്കൊണ്ടിരിക്കുക, കുറച്ചു നേരം ക്ഷമിച്ചാൽ ഞാൻ കൊണ്ടുവരാം എന്നും പറഞ്ഞ് രാധികയോട് പറയാം. അത് കേട്ടതും രക്തചന്ദനം എനിക്കും കൂടെ വേണേ കാഞ്ചനക്ക, നാളെ എനിക്കൊരു ഫംഗ്ഷനുണ്ട്. ഇപ്പോൾ ബിസിനസ്സുകാരുടെ മുമ്പിൽ ഞാനാണല്ലോ അവരുടെ പ്രസിഡന്റ്. അങ്ങനെയുള്ളപ്പോൾ എനിക്കും നാളെ ഒരു സ്വീകരണം ഉണ്ടെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് രക്തചന്ദനം ഇട്ട് ഞാൻ നാളെ അങ്ങോട്ട് പോയേ പറ്റൂ. അതുകൊണ്ട് എനിക്കും കുറച്ച് കലക്കി വയ്ക്കണേ എന്നൊക്കെ പറയുക. അത് കേട്ടതും രാധിക, എടി നീ എവിടെയൊക്കെ പോയാലും എന്തൊക്കെ ചെയ്താലും അതൊക്കെ നിനക്ക് തിരിഞ്ഞു തന്നെ വരുള്ളൂടി. നീ പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് മീറ്റിംഗ് നടത്തി പൊന്നാടിയൊക്കെ വാങ്ങിക്കഴിഞ്ഞാൽ നിനക്ക് അതിനുള്ള ശിക്ഷ കിട്ടിയിരിക്കും. എന്ത് ശിക്ഷ? എനിക്കും ജീവിക്കണ്ടേ? അമ്മയ്ക്ക് മാത്രം പൊന്നാട മേടിച്ചറിയോ? പിന്നെ ഏറ്റവും പ്രസിഡന്റ് സ്ഥാനത്തിൽ ഏറ്റവും പ്രായം കുറഞ്ഞ ആദ്യമായിട്ടുള്ള പ്രസിഡന്റാണ് ഞാൻ. അങ്ങനെയുള്ളപ്പോൾ അവർക്കൊക്കെ എന്നോട് ഇത്തിരി സ്നേഹം കൂടുതലാണ്. അതുകൊണ്ട് എന്നെ ഇഷ്ടം പോലെ മാലയടിക്കുമെന്നൊക്കെയാണ് പറഞ്ഞത്. അപ്പോൾ ഇത്തിരി മുഖം തിളങ്ങി നിൽക്കണമല്ലോ എന്നൊക്കെ പറഞ്ഞ് ഗീത നിൽക്കുക. എന്നും പറഞ്ഞുകൊണ്ട് രാധിക പോയി കഴിഞ്ഞതും ചായ കുടിച്ച് നോക്കിയിട്ട് കാഞ്ചന, എന്തൊരു വൃത്തികെട്ട ചായ, ഇതാരാ ഇട്ടത് എന്ന് രേഖയോട് ചോദിക്കുക. അപ്പോൾ രേഖ കാഞ്ചനെ തുറച്ചു നോക്കുക. ഞാൻ തന്നെ ഇട്ടതല്ലേ എന്നും പറഞ്ഞുകൊണ്ട് കാഞ്ചന ചായ കുടിച്ചിട്ട് അവിടെ നിന്നും പോവുകയാണ്. ഈ സമയം ഗീതവും രേഖയും കൂടെ എന്തായാലും നീ അമ്മയെ ദേഷ്യം പിടിപ്പിക്കാണ്ട് തന്നെ വളരെ മയത്തിൽ സംസാരിച്ചാൽ മതി. അതൊക്കെ ഞാൻ ചെയ്യുന്നുണ്ട് രേഖേച്ചി ധൈര്യമായിട്ടിരിക്കെ, ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. രാധിക അമ്മയുടെ അഹങ്കാരം തീർത്തു കൊടുക്കാൻ എനിക്ക് പറ്റും. എന്തായാലും രേഖേച്ചി നോക്കിക്കോ എന്നൊക്കെ പറയുക. ഈ സമയം രാധികയെ കാഞ്ചനയെ വിളിക്കുകയാണ്. കാഞ്ചന ഒന്നിങ്ങ് വന്നേ. അപ്പോഴേ കാഞ്ചന, എന്നാ മാമി നീ ഇതുവരെ രക്തചന്ദനം കൊണ്ടുവന്നില്ലേ? അത് റെഡിയാക്കിക്കൊണ്ടിരിക്കുമ്പോഴല്ലേ മാമി വിളിച്ചത്, എന്നിട്ട് എന്താ എടുത്തോണ്ട് വരാഞ്ഞേ? അത് റെഡിയാവുന്നതിന് മുമ്പല്ലേ ഗോവിന്ദ മാമിന് ചായ ഇട്ട് കൊടുക്കണമെന്ന് പറഞ്ഞത്, എന്നിട്ട് നീ ചായ കൊടുത്തോ? ഇല്ല, അത് കൊണ്ടുവന്നപ്പോഴല്ലേ ഗീത പാപ്പ ഗോവിന്ദ മാമിന് ഫ്രഷ് ചായ വേണമെന്ന് പറഞ്ഞത്. നിന്നോട് പറഞ്ഞ കാര്യം ചെയ്താൽ മതി. നീ എനിക്ക് രക്തചന്ദനം കലക്കി വെച്ചോ ഇല്ലയോ? കലക്കി വെച്ചിട്ടുണ്ട് മേഡം. പിന്നെ ഞാനൊരു കാര്യം പറയാം, നാളത്തെ ഫംഗ്ഷനിൽ അവൾ പങ്കെടുക്കാൻ പാടില്ല. അതിന് ഗീത പാപ്പ കിട്ട പോക വേണ്ടെന്ന് சொன்னால் ഗീത പാപ്പ കേൾക്കുമാ എന്നും കാഞ്ചന. അത് കേട്ടതും അവളോട് പോകണ്ടെന്ന് ആരും പറയണ്ട, പക്ഷെ അവൾ പോകാൻ പാടില്ല. അതിനെന്താ ചെയ്യാൻ പറ്റുന്നത് വെച്ചാൽ നീ ചെയ്യും. ഞാൻ എന്നെ മാമി ചെയ്യണത് കുറേ വർഷങ്ങളായിട്ട്, ഒരു 10-25 വർഷമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നൊരു കാര്യമാണ്. ആ കാര്യം ചെയ്താലോ? എന്ത് കാര്യം? ഗീത പാപ്പ സാപ്പിടുന്ന ഭക്ഷണത്തിലെ നമുക്ക് സോപ്പൊടി കലക്കാം. അവളെന്താ ശ്വസിക്കാൻ പറ്റാത്തവളാണോ? അവൾക്ക് സോപ്പുടറ മണം കിട്ടില്ലേ? അപ്പോൾ സീരിയലിലൊന്നും അന്ത മണം ആയിരിക്കും കിട്ടിയില്ലല്ലോ. അത് സീരിയൽ, ഇത് ജീവിതം. സീരിയലിൽ മണം കിട്ടിയാലും കിട്ടാത്ത പോലെ അഭിനയിക്കും. സീരിയലിൽ ജീവിതത്തിൽ അങ്ങനെയല്ല, മനസ്സിലായോ? മനസ്സിലായി മാമി.
എന്നാൽ പിന്നെ വേറെ എന്തെങ്കിലും ഐഡിയ പറ. വേറെ ഐഡിയ എന്താന്ന് വെച്ചാൽ നമുക്ക് പഴുത്തൊലി ഇട്ടാലോ? പഴുത്തൊലിയോ? പഴുത്തൊലി ഇട്ടിട്ട് ഗീതു പാപ്പ വരുന്ന വഴിയിൽ പഴുത്തൊലി അറിയാം, ഗീതു അതിൽ ചവിട്ടി തെന്നി വീഴും. അങ്ങനെയാകുമ്പോൾ ഗീതിൻ്റെ നടുവ് ഉളുക്കും. അതല്ലേ വേണ്ടത്? നടുപൊടിയുന്ന കാര്യമാണെങ്കിൽ ശരി, സമ്മതിച്ചു. പക്ഷേ ഇതും പഴഞ്ചനാണ്. ഗീതു ആ പഴുത്തൊലി കണ്ട മാറി നടക്കില്ലേ? അത് ശരിയാണല്ലോ. ഇനിയിപ്പോൾ എന്താ ചെയ്യുക? അല്ല ഞാനേ മാമി എങ്ങനെ സൗന്ദര്യമുള്ള ആളായിട്ടിരിക്കുന്നതെന്ന് വെച്ചപ്പോൾ ഗീതു പാപ്പയോട് മാമിയുടെ സൗന്ദര്യത്തിൻ്റെ രഹസ്യം പറഞ്ഞു കൊടുത്തു. എന്നും രാത്രി രക്തചന്ദനം തേച്ചിട്ടാണല്ലോ മാമി കിടക്കുന്നത്. അത് പറഞ്ഞു. എടി മണ്ടി, നീ എന്തിനാ അത് അവളോട് പോയി പറഞ്ഞത്? അതപ്പം പറഞ്ഞതുകൊണ്ട് ഇപ്പോൾ ഒരു ഉപകാരം ഉണ്ടായി. എന്തുപകാരം? ഈ രക്തചന്ദനം വെച്ച് തന്നെ നമുക്കൊരു കളി കളിക്കാം. ഗീതു പാപ്പയ്ക്കും കുറച്ച് രക്തചന്ദനം വേണമെന്ന് എന്നോട് പറഞ്ഞായിരുന്നു. ആ രക്തചന്ദനം ഗീതു പാപ്പയ്ക്ക് ഞാൻ കലക്കി വെക്കാം. നീ എന്തിനടി അവൾക്ക് രക്തചന്ദനം കലക്കി കൊടുക്കുന്നേ? ഞാൻ എൻ്റെ സൗന്ദര്യം നിലനിർത്താൻ ഓരോന്ന് ചെയ്യുന്നുണ്ട് എന്ന് കരുതി ഇവിടെ വന്നു കയറുന്ന പെണ്ണുങ്ങൾക്ക് അതേ സൗന്ദര്യം വേണമെന്നൊന്നും ഞാൻ വിചാരിക്കുന്നില്ല. മനസ്സിലായോ? ശരി. പക്ഷേ ആ രക്തചന്ദനത്തിലൊരു കാര്യമുണ്ടല്ലോ. അതെന്ത് കാര്യമെന്ന് പറ. ഇത് കേട്ടോണ്ട് രേഖ അവിടെ നിൽക്കുകയാണ്. ഈശ്വര, ഗീതുവിനെതിരെ എന്തോ തീരുമാനം എടുക്കുക. പക്ഷെ ആ തീരുമാനം ഉറപ്പായിട്ട് നടപ്പാക്കാൻ പാടില്ല. അതിനു മുമ്പ് തന്നെ കാഞ്ചനയുടെ പ്ലാൻ പൊളിക്കണം. കാഞ്ചനയുടെ പ്ലാൻ പൊളിച്ച് ആ കാര്യം ഗീതുവിനെ അറിയിച്ച് ഉറപ്പായിട്ടും ഗീതുവിൻ്റെ ജീവിതം രക്ഷപ്പെടുത്തണം. ഇല്ലെങ്കിൽ അത് രാധികാമ്മയ്ക്ക് വീണ്ടും ഒരിതാവും. എന്തായാലും എന്താ അവരുടെ പണിയെന്നൊന്നും അറിയാം എന്നും പറഞ്ഞ് രേഖ ഇങ്ങനെ നിൽക്കുക മാറി. അപ്പോൾ അതോടുകൂടി എപ്പിസോഡ് അവസാനിക്കുകയാണ്. നാളത്തെ ഒരു തകർപ്പൻ വിശേഷത്തിനായിട്ട് കാത്തിരിക്കാതെ പ്രേക്ഷകരെ. ഇനി വരാൻ പോകുന്ന അത്യുഗ്രൻ വിശേഷങ്ങളുടെ എല്ലാവർക്കും ഒരിക്കൽ കൂടെ നല്ലൊരു ശുഭദിനം തന്നെ ആയിക്കോട്ടെ. താങ്ക് യു ഫ്രണ്ട്സ്.